ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെണ്ടക്ക മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 250 ഗ്രാം വെണ്ടക്ക ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമുക്ക് വെണ്ടക്ക ഈ എണ്ണയിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് 3 മിനിറ്റ് മതി ഈ വെണ്ടക്ക മസാല ഉണ്ടാക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയ റെസിപ്പിയാണിത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാട്ടോ. പിന്നെ ഞാൻ ഈ വെണ്ടക്ക മസാലയിൽ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നറിയാൻ ലാസ്റ്റ് വരെ കാണണം എല്ലാവരും, എന്നാലേ അറിയുള്ളൂ. ആ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വെണ്ടക്ക മസാലക്ക്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. അതാണ് ഞാൻ 2 എടുത്തത്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ 1 എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്തുടഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് സാമ്പാർ പൗഡറാണിത്. 1 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സാമ്പാർ പൊടി നമ്മുടെ ഈ വെണ്ടക്ക മസാലയിൽ ചേർത്താൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് തക്കാളി നല്ലവണ്ണം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടക്ക മസാലയിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ചെടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ വെണ്ടക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര ഈസി ആയിട്ട് നമുക്ക് വെണ്ടക്ക മസാല ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. അപ്പോൾ നമ്മുടെ വെണ്ടക്ക മസാല ഇവിടെ റെഡിയായി. നമുക്കിനിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഈസിയായ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.